ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷം പത്രസമ്മേളനം വിളിച്ച് നാടിനോട് വലിയൊരു അപഗ്രഥനം നടത്തുന്നു. വിഷയം എന്താണെന്നറിയോ? LDF നേതാവിന്റെ വീടുകളിലെ മുട്ടക്കറി ഉണ്ടാക്കൽ. കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വലിയൊരു തമാശ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സംസ്ഥാനത്ത് പുതിയ UDF സർക്കാർ അധികാരമേറ്റ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ട പ്രതിപക്ഷം ഇപ്പൊ കേരളത്തിൽ പ്രതിപക്ഷം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോ ഇതാ ഉത്തരം നൽകുകയാണ്. മൈക്കുകളുടെ മുന്നിലിരുന്ന് ഒരു സാധാരണ കുക്കിംഗ് ഉപദേശത്തിന്റെ പിന്നാലെ നടന്ന് മെഴുകുകയാണ്. ഒരു മുഖ്യമന്ത്രി ജനങ്ങൾക്ക് കൊടുക്കുന്ന സാമാന്യ ഉപദേശത്തിൽ ലിംഗസമത്വത്തിന്റെ കുഴപ്പം തിരയുകയും അമ്മായിയപ്പനും മരുമകനും തമ്മിലുള്ള റെസിപ്പി കൈമാറ്റത്തെക്കുറിച്ച് ഗൗരവമായി അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് കേരളത്തിലെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്, സംശയിക്കേണ്ട. കയ്യിൽ ഭരണമില്ലാത്തതിൻ്റെയും പറയാൻ വിഷയങ്ങളൊന്നുമില്ലാത്തതിൻ്റെയും നിരാശ കൊണ്ട് LDF എത്രത്തോളം തരം താഴാം എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ കാവലാളുകളാണ്. സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കണം, ജനകീയ പ്രശ്നങ്ങൾ തെരുവിൽ കൊണ്ടുവരണം. എന്നാൽ ഇവിടെ രാജീവൻ എന്ന ഇടതു ചിന്തകനും നേതാവിനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നാടിന് വല്ല ഉപകാരമുള്ള കാര്യം സംസാരിക്കാനാണോ? അല്ലേ അല്ല. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അമ്മയോട് അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കുന്നവർ മൂക്കത്ത് വിരൽ വെക്കും. അല്ല, നിങ്ങളുടെ വീട്ടിലെ മുട്ടക്കറിയുടെ സ്വാദിനെ കുറിച്ചും മക്കൾക്ക് നിങ്ങളുടെ പാചകം ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചും മാധ്യമങ്ങളോട് വിളിച്ച് പറയാനാണോ നിങ്ങൾ കയ്യിൽ മൈക്കും വെച്ച് ഈ വാർത്താ സമ്മേളനം കണ്ടൊക്കെ നടത്തിയത്? ഇതാണോ പ്രതിപക്ഷ പ്രവർത്തനം? മുട്ടക്കറിയുടെ രുചി വിഭവങ്ങൾ എന്തെങ്കിലും മുഖ്യമന്ത്രി VD സതീശന്റെ ഭരണത്തിനെതിരെ എന്തെങ്കിലും കാമ്പുള്ള വിഷയം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ കിട്ടിയതിൽ കയറി പിടിച്ച് നാണം കിടന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വസ്തുനിഷ്ഠ ഘടകവും ആത്മനിഷ്ഠ ഘടകവും കൂട്ടിക്കുടഞ്ഞ് വിഷയദാരിദ്ര്യത്തിൽ ലയിച്ചപ്പോൾ സംഭവിച്ച ഒരു വൻ ദുരന്തം. ഇനി എന്താണ് ഈ വിവാദത്തിന് ആധാരമായി സംഭവം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മുഖ്യമന്ത്രി VD സതീശൻ ഒരു പരിപാടിയിൽ വെച്ച് സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ആശയം പങ്കുവച്ചു. നമ്മുടെ പരമ്പരാഗത രുചികളും പാചക വൈദഗ്ധ്യവും അമ്മമാർ അടുത്ത തലമുറയിലേക്ക് കൂടി കൈമാറണം. നമ്മുടെ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തി പറഞ്ഞ ഒരു സാധാരണ കാര്യം. ഞാനിപ്പോൾ VD സതീശനെ ന്യായീകരിക്കാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിൽ കൂടി ഈ വീടുകളിൽ ഇന്നും കൂടുതൽ പാചകം ചെയ്യുന്നത് അമ്മമാരാണ്. ആ നാടൻ പാചക രുചികൾ തലമുറകളിലേക്ക് കൈമാറണമെന്ന് ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ അതിലിപ്പോൾ എന്താ ഇത്ര കണ്ടുപിടിക്കാൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിലൊരു പോസിറ്റീവ് വശം മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ ബുദ്ധിജീവി ഇതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? അദ്ദേഹം ചോദിക്കുന്നു, കല്യാണം കഴിച്ച് പെൺകുട്ടികൾ മാത്രമല്ലേ പുരുഷന്മാരുടെ വീട്ടിലേക്ക് വരുന്നത്? പുരുഷന്മാർ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് വരുന്നില്ലേ? അപ്പൊ മരുമകന് ഈ റെസിപ്പി അമ്മായിയപ്പൻ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എന്തൊരു ഉജ്ജ്വലമായ കണ്ടുപിടുത്തം! മുഖ്യമന്ത്രി VD സതീശൻ എവിടെയെങ്കിലും പറഞ്ഞോ ആണുങ്ങൾ പാചകം ചെയ്യരുത് എന്ന്? അതോ വീടുകളിൽ പെണ്ണുങ്ങൾ മാത്രമേ അടുക്കളയിൽ കയറാവൂ എന്ന നിയമം ഉണ്ടാക്കിയോ? അമ്മമാർ പാചകം പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ മക്കളിൽ ആൺമക്കളും പെൺമക്കളും ഉൾപ്പെടും. അത് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ വിവരമെങ്കിലും നിങ്ങളുടെ പക്ഷത്തു നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. എന്തായാലും മുഖ്യമന്ത്രി VD സതീശനെ എങ്ങനെയെങ്കിലും ഒന്ന് വിമർശിച്ച വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതാണോ ഈ എന്താ പറയുക നട്ടല്ലെന്ന് പറയുന്നത്? ഇടതുപക്ഷ പ്രതിപക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര നിസ്സാരമായ കാര്യം പറയുമ്പോഴും വലിയ കനത്ത വാചകങ്ങൾ അവർ എടുത്തു വെക്കും. വസ്തുനിഷ്ഠ ഘടകം, ആത്മനിഷ്ഠ ഘടകം, ഘട്ടനിർണയം, ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കും എന്തോ വലിയ ശാസ്ത്രീയ വിശകലനമാണ് നടത്തുന്നത് എന്ന്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? രാജീവന്റെ ആത്മനിഷ്ഠ ഘടകത്തിൽ അമ്മയുടെ മുട്ടക്കറി ലയിച്ചപ്പോൾ ആകെ കൈവിട്ടുപോയി. ലോകത്ത് എത്രയോ വലിയ ഷെഫുമാർ പുരുഷന്മാരാണ്. കൂടുതലും ഷെഫുമാർ പുരുഷന്മാർ തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇന്ന് നമ്മുടെ നാട്ടിലെ വീടുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ പാചകം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊരു പുതുമയൊന്നുമില്ല. എന്നാൽ ഒരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്ത് ലിംഗസമത്വത്തിന്റെ വലിയ ക്ലാസ് എടുക്കാൻ ഇറങ്ങിയ ഇടത് നേതാവിന്റെ അവസ്ഥ ശരിക്കും പരിതാപകരം തന്നെയാണ്. ഇതിലും ഭേദം ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു. ട്രംപിനോട് യുദ്ധം നിർത്തിവെക്കാൻ പറയൂ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ എടുത്ത് വെക്കൂ. അതിനു പകരം ഒരു മുട്ടക്കറിയുടെ പേരിൽ മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ ഇറങ്ങി ഒടുവിൽ സ്വന്തം വിവരക്കേട് വെളിവാക്കുകയായിരുന്നു ഇവർ. വന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് യാതൊരു നിലവാരമില്ല. ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ രാജീവൻ വേറൊരു വലിയ തത്വം കൂടി ഉപദേശിക്കുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും കേരള ജനത സത്യസന്ധതയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന്. മുൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറയിപ്പിക്കരുത്. അദ്ദേഹത്തിന് സ്ലിപ്പ് ഓഫ് ടങ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള സത്യസന്ധത കാണിച്ചാൽ അദ്ദേഹത്തിന്റെ തിളക്കം കൂടുമെന്ന്. മുഖ്യമന്ത്രി VD സതീശനെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറേ കാലം ഭരിച്ച നിങ്ങളുടെ സ്വന്തം ഭരണകാലത്തെ തന്നെ അതിന്റെ ചിത്രം ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കും.
നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. പിന്നെ മുൻപ് ഇതുപോലെ പറഞ്ഞു കൊടുത്ത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ തിളക്കം കൂട്ടാൻ നോക്കിയപ്പോൾ കരിഞ്ഞ സൂര്യനെ തിളക്കം പോലെ വല്ലാതെ പൊള്ളിപ്പോയ ചരിത്രം കേരളത്തിന് നല്ല ഓർമ്മയുണ്ട്. വാക്കുകൾ കൊണ്ട് മാത്രം വികസനം കൊണ്ടുവന്നു എന്ന് വീമ്പിളക്കി നാട് ഭരിച്ച ഒടുവിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നവർ ഇന്ന് പുതിയ മുഖ്യമന്ത്രി VD സതീശന്റെ വാക്കിന്റെ പിഴയും തിരക്കി നടക്കുന്നത് കാണുമ്പോൾ അപഹാസ്യം എന്നല്ലാതെ എന്ത് വിളിക്കണം? നിങ്ങൾ ഇതിൽ ഉള്ള അഴിമതികൾ കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ വേറെ വല്ല വിഷയങ്ങളും അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള വിഷയങ്ങൾ കണ്ടുപിടിക്കൂ, ഞങ്ങൾ കൈയടിക്കാം. എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി ഒന്നും വിലയിരുത്താൻ കഴിയാതെ ജനകീയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശനെ നേരിടാൻ ശേഷിയില്ലാതെ വരുമ്പോൾ ഇത്തരം സില്ലി കാര്യങ്ങളിൽ തൂക്കി പിടിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ സമ്മതിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ കാണിച്ച അതേ തരം ഷോ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ എങ്ങനെ ഉണർത്തും? ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ ആശയത്തെ വക്രീകരിച്ച് വാർത്താ സമ്മേളനം നടത്തി സ്വയം ബുദ്ധിജീവി ചമയുന്ന ഇടതുപക്ഷ നേതാക്കളുടെ അവസ്ഥ ദയനീയം തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇങ്ങനെ നിങ്ങൾക്ക് തരം താഴാൻ നാണമില്ലേ? തോൽവിയിൽ നിന്നോ പരാജയ പ്രഹരങ്ങളിൽ നിന്നോ ഇവർ ഇനിയും മോചിതരായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം വിചിത്രമായിട്ടുള്ള വാദങ്ങൾ. പ്രതിപക്ഷത്തുള്ള നേതാക്കളോട് ജനങ്ങൾക്ക് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ, ആ മുട്ടക്കറി വിശകലനം എന്തായാലും നന്നായി. ഇനി അടുത്ത തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ അമ്മ ഉണ്ടാക്കിയ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് വിശദീകരിക്കുന്ന ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ കൂടി ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പൊളിറ്റിക്കൽ വിമർശനങ്ങളെക്കാൾ ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി വഴങ്ങുന്നത് ഇത്തരം പാചക അപഗ്രഥനങ്ങളാണ്. എന്തായാലും വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പറഞ്ഞതിന് പോലെ കൃത്യമായ രാഷ്ട്രീയം ഇല്ലാതെ നെട്ടോട്ട് ഓടുമ്പോൾ കാണിക്കുന്ന ഈ വിക്രിയകൾ കണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ട്. നന്നായി. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ റെസിപ്പി വീഡിയോയ്ക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.